എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിദ്യാർത്ഥി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എങ്ങനെയാണ് അതിനെ വിലയിരുത്തി അതിന് ഗ്രേഡ് നൽകേണ്ടെന്നുള്ള രീതിയാണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ് തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ 5E തിരഞ്ഞെടുക്കുകയാണ്. ഈ വിൻഡോയിൽ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആണ്, അനൗൺസ്മെൻറ്റുകളാണ്. ഇതുവരെയായിട്ടും ഏതൊക്കെ ആക്ടിവിറ്റികളുടെ ഒരു മെസ്സേജ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് സ്കൂളിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്ന് കിടക്കും. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ക്ലാസ് വർക്കിലേക്ക് പോവുകയാണെങ്കിൽ തീയതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിനെയും ഇവിടെ സോർട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാനൊരു 7/4/2026 ഇന്നത്തെ ദിവസത്തിലെ മാത്തമാറ്റിക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഈ വരുന്ന വിൻഡോയിൽ നമുക്ക് അസൈൻഡ് എന്ന് പറയുന്ന ഒരു കൗണ്ട് 30, ടേൺഡ് ഇൻ എന്ന് പറയുന്ന കൗണ്ട് 1 ആയിട്ടും കാണാം. അതായത് 30 കുട്ടികൾക്കാണ് ഈ ഒരു ആക്ടിവിറ്റി മുഴുവനായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു കുട്ടി മാത്രമാണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത്. താഴേക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം അസൈൻഡിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റാണിത്. ഇനി മുകളിലേക്ക് വന്നാൽ ടേൺഡ് ഇൻ സെക്ഷനിൽ ഈ പ്രവർത്തനം ചെയ്ത കുട്ടിയുടെയും കാണാം. അപ്പോൾ നമുക്ക് ആ ഒരാളുടെയാണ് ഇപ്പോൾ ഇവാലുവേഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ കാണാം ഈ ഒരു സംഖ്യയെ ഇവിടെ കുട്ടി ഇംഗ്ലീഷ് അക്ഷരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. 23,454 എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിനകത്തൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 454 എന്നാണ് വരേണ്ടത്, പക്ഷേ 454 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് കുട്ടിയെ അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് എടുക്കുക. ഇവിടെ ആഡ് കമൻറ്റ് ടു ആ ഒരു കുട്ടിയുടെ പേര് അവിടെ ഉണ്ടാവും, അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതവിടെ കൊടുക്കുക. ഇത് ഞാൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നു 23,456 മുതലുള്ള സംഖ്യകൾ അക്ഷരത്തിൽ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. 23,456 2,456 എന്നതാണ് ശരി. അവസാനം ആൻഡ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം കൂടെ വിശദീകരിച്ചു കൊണ്ടാണ് ഇതിവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുട്ടികൾ പ്രൈവറ്റ് കമൻറ്റാണ്, അതുകൊണ്ട് തന്നെയും ആ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ ഒരു കമൻറ്റ് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് രേഖപ്പെടുത്തിയ ശേഷം നമുക്കിനി മറ്റെന്തെങ്കിലും കമൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് അടുത്ത കമൻറ്റുകൾ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്കിതിന് മാർക്ക് കൊടുക്കണം. മാർക്ക് 100ലാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് മാർക്ക് അവിടെ സ്കൂളിൽ നിന്ന് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേഡ് എടുക്കുന്നു. ഞാനിവിടെ ഒരു 85 മാർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ മറക്കാതെ റിട്ടേൺ പ്രസ് ചെയ്തിരിക്കണം. അതിനുശേഷം വീണ്ടും റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ കൊടുക്കുമ്പോൾ കാണും റിട്ടേൺഡ് വർക്ക് ടു സ്റ്റുഡൻറ്റ് 1 എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൗണ്ട് മാറി ടേൺഡ് എന്ന് മാറിയിട്ട് ഗ്രേഡഡിലേക്ക് ആ ഒരു കൗണ്ട് മാറിയിരിക്കുന്നത് കാണാം. ഇനി ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ കാണാം 100ൽ 85 മാർക്കാണ് ഈ ഒരു കുട്ടിക്ക് അലൗട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കുട്ടിയുടെയും പേപ്പർ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയൽ ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ കാണുന്നത് നമുക്ക് ഇൻസ്ട്രക്ഷൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ചോദ്യം നമുക്ക് ഒന്നുകൂടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും നമുക്ക് സ്റ്റുഡൻറ്റ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പഴയ ഭാഗത്തേക്ക് വരുന്നതുമാണ്. ഇതുപോലെ ബാക്ക് എടുത്ത് നമുക്ക് മറ്റ് വിഷയങ്ങളുടെയും നമുക്ക് ഇതുപോലെ ചെയ്യുവാനായിട്ട് സാധിക്കാം. ഇവിടെ ഈശ്വരി എന്ന് പറയുന്ന അദ്ദേഹം മലയാളത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതിനാകെ സ്കോർ 100 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് കൃത്യമായ രീതിയിൽ വിലയിരുത്തി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റെന്താണെന്ന് സൂചിപ്പിക്കാൻ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രേഡ് കൊടുത്ത് റിട്ടേൺ കൊടുക്കണം. ഇനി മറ്റൊരു കേസ് ഉള്ളത്, കുട്ടികൾ അവരുടെ വർക്ക് ചെയ്യും, അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെ തന്നെ അവർ സബ്മിറ്റ് കൊടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആഡ് വർക്ക് കൊടുത്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ടേൺ ഇൻ എന്ന് പറയുന്നത് അവർ പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരത് ഉറപ്പാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴേക്കും നമുക്കിവിടെ ട്രേഡ് ഇന്നിൽ വന്ന് കിടക്കും, പക്ഷേ ടേൺഡ് ഇൻ എന്നായിരിക്കില്ല, മിസ്സിങ് എന്നോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും കിടക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവരെ വിളിച്ച് രേഖപ്പെടുത്തണം. ഇന്ന പോലെ നിങ്ങൾ വർക്ക് ടേൺ ഇൻ ചെയ്തിട്ടില്ല, ടേൺ ഇൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവാലുവേഷൻ നടത്താൻ സാധിക്കൂ എന്ന കാര്യം കൂടെ ആ രക്ഷകർത്താവിനെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് ഒരു ആക്ടിവിറ്റി ഇവാലുവേഷൻ നടത്തി ഗ്രേഡ് അസൈൻ ചെയ്ത് കേൾക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ താങ്ക് യു.